ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആകർഷണത്തിൻ്റെ എല്ലാം പുറകിൽ പരീക്ഷകൻ ഉണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളൊന്ന് വായിച്ചു തുടങ്ങാം. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ, ദൈവസ്നേഹം. ഒരേണിയുടെ വിവിധങ്ങളായ ചവിട്ടുപടികളെക്കുറിച്ച് നമ്മൾ വായിക്കുക. ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കടം കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ കടം വാങ്ങിക്കുന്ന ഒരു എക്സാമ്പിൾ പറയാൻ പോവുക. കഷ്ടതയെന്ന് പറഞ്ഞാൽ പിശാചിനാലുള്ള ഉപദ്രവം, സഹിഷ്ണുതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തത, സിദ്ധതയെന്ന് പറഞ്ഞാൽ പരീക്ഷണം, പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം. ഇത് നമ്മൾ ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം തമിഴ് ബൈബിളിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത്. തമിഴ് ബൈബിളിൽ ഈ കഷ്ടത എന്ന് പറഞ്ഞാൽ പിശാചിനാലുള്ള ഉപദ്രവം, സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ പൊരുമൈ എന്ന് പറഞ്ഞാൽ ശാന്തത, സിദ്ധത എന്ന് പറഞ്ഞാൽ പരീക്ഷണം, പ്രത്യാശ എന്ന് പറഞ്ഞാൽ തമിഴ് ബൈബിളിലേക്ക് പോകുമ്പോൾ അവിടെ പ്രയോഗിക്കുന്ന വാക്ക് വിശ്വാസം. ഈ വിശ്വാസി കടം വാങ്ങിയാൽ 99% അത് വാങ്ങുന്നത് ജാതികളുടെ കയ്യിൽ നിന്നായിരിക്കും. 1% സാധാരണഗതി വിശ്വാസികളുടെ കയ്യിൽ നിന്നായിരിക്കാനുള്ള സാധ്യതയുള്ളൂ. ഈ കടം വാങ്ങിയത് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്കിത് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ, പല വാക്കു പറഞ്ഞു അത് പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് ഈ തന്നവരെ കാണുമ്പോൾ ബുദ്ധിമുട്ടാവും. നമ്മൾ അവരോട് എത്ര പ്രാവശ്യം അവധി പറയുന്നേ? 1 പ്രാവശ്യം പറഞ്ഞു, ആ അവധി പാലിക്കാൻ പറ്റിയില്ല. 2 പ്രാവശ്യം പറഞ്ഞു, പാലിക്കാൻ പറ്റിയില്ല. 10 പ്രാവശ്യം പറഞ്ഞു, പാലിക്കാൻ പറ്റിയില്ല. കാര്യം തന്നവരെത്ര മര്യാദക്കാരാണേലും നമുക്ക് പാലിക്കാൻ പറ്റാതെ ഒത്തിരി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ക്ഷമ വേണേ നശിച്ചു പോകാമല്ലോ. അങ്ങനെ വരുമ്പോൾ അത് അവർക്കും ഉപദ്രവമാകും, അവരെ കാണുമ്പോൾ അത് നമുക്കും ഉപദ്രവമായി മാറും നമ്മളാ വാങ്ങുന്നെങ്കിൽ. ഈ ഭീഷണി പിന്നെ കുറച്ച് കഴിഞ്ഞത് ഭീഷണികളാകും. ഈ ഭീഷണികൾ ഇങ്ങോട്ട് പല പ്രാവശ്യമായി ചെയ്ത് കഴിയുമ്പം നമ്മൾ ശാന്തമായിരുന്നാൽ അവരൊരു വർത്തമാനം പറയും. കണ്ടോ, മേടിച്ച് തിന്നിട്ട് കളിപ്പിച്ചിട്ട് ചുമ്മാ ഇരിക്കുക, മേടിച്ച് തീറ്റം കഴിഞ്ഞ് കളിപ്പിച്ച് ചുമ്മാ ഇരിക്കുക. അപ്പോൾ അത് അപമാനമായി മാറും. ഉപദ്രവത്തിൻ്റെ കൂടെ അപമാനവും കൂടി ആയി മാറും. ഈ ഉപദ്രവവും അപമാനവും ആയിക്കൂടെ മാറിക്കഴിഞ്ഞാലും മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ, ശാന്തമായിരിക്കുകയാണെങ്കിൽ, ഇവിടെ ഇതാ പരീക്ഷണത്തിലൂടെ കടന്നു പോവുക, പരീക്ഷയിലൂടെ കടന്നു പോവുക. ഈ പരീക്ഷയിൽ ജയിച്ചാൽ വിശ്വാസം വർദ്ധിക്കും. ഈ പരീക്ഷയിൽ ജയിച്ചാൽ, കാരണം പ്രലോഭനം പല രീതി വരും. വാങ്ങിച്ചു പോയി, സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല, കൊടുക്കാനുള്ള വഴികൾ അടഞ്ഞുപോയി, പ്രശ്നങ്ങളായി, പല വിധത്തിലുള്ള അപമാനം വന്നു. എന്നാലും മിണ്ടാതിരിക്കാൻ പറ്റിയാൽ എന്നാ സംഭവിക്കുമെന്ന് കൊറിന്ത്യർ ലേഖനത്തിൽ നിന്ന് വായിക്കാം. 1 കൊറിന്ത്യർ 10:13. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. മനുഷ്യർക്ക് സാധാരണമല്ലാത്ത പ്രലോഭനങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടില്ല. ഞാൻ എന്നെ ശ്രവിക്കുന്ന ഏത് പ്രിയപ്പെട്ടവരോടും പറയട്ടെ, മനുഷ്യർക്ക് സാധാരണ സംഭവിക്കാത്ത പ്രലോഭനം നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം അവിടുന്ന് അനുവദിക്കുകയും ഇല്ല. നിങ്ങളെക്കൊണ്ട് താങ്ങാൻ കഴിയാത്ത പ്രലോഭനം അവിടുന്ന് അനുവദിക്കുകയുമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം അടുത്ത ഭാഗമാണ്. പ്രലോഭനമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് അവിടുന്ന് അതോടൊപ്പം പോംവഴിയും തരും. അപ്പോൾ ഈ പോംവഴി കിടക്കുന്നത് എവിടെയാണ്? ഈ ഉപദ്രവത്തിനകത്താണ്, ഈ പ്രലോഭനത്തിനകത്താണ്. ഒരു ഉദാഹരണം പറയാം. ഇസ്രയേൽ ജനത്തിന് ഈ ചെങ്കടൽ ആയിരുന്നു അവരുടെ മുമ്പിലെ പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷണം. അവർക്ക് അതിലും വലിയ പരീക്ഷണം ഉണ്ടായിരുന്ന പുറകിലുള്ള ഫറവോൻ്റെ സൈന്യമായിരുന്നു. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോൻ.
ചെകുത്താനും കടലിനും നടുക്ക് പെട്ടുപോയി എന്ന് പറയുന്നതിൻ്റെ ഭാഗം അതാണ്. വെള്ളത്തിലോട്ട് ചാടിയാലും ചാകും, പുറകോട്ട് വന്നാൽ അവരും വെട്ടിച്ചിരിയാക്കും. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് പോംവഴി ഉണ്ടായത് ഈ ചെങ്കടലിനകത്താണ്. ചെങ്കടലിൽ വഴി തുറക്കുമെന്ന് ചോദിച്ചാൽ അതിന് മുന്നേയും അതിന് പിന്നെയും വഴി തുറന്നിട്ടില്ല. തന്നെയല്ല, ഈ വഴിയിലൂടെ ഇവരുടെ ശത്രുവായ ഫറവോന്യ സൈന്യം കൂടി അതിനകത്തിറങ്ങി. അപ്പം ശത്രു അവിടെ തീരുകയും ചെയ്തു, വലിയ പ്രതിസന്ധി വഴി തുറക്കുകയും ചെയ്തു. അതാ ഇവിടെ വചനം എഴുതിയേക്കുന്നത്, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് അവിടുന്ന് അതോടൊപ്പം പോംവഴിയും ഉണ്ടാക്കി തരും, പക്ഷേ ശാന്തമായിട്ടിരിക്കണം. ഇസ്രായേൽ ജനം ഈ ചെങ്കടലിൻ്റെ മുമ്പിൽ അവന്മാർ അവിടെ കാര്യം ടെൻഷൻ അടിച്ചു പ്രയാസപ്പെട്ടെന്ന് പറഞ്ഞാലും മുമ്പിലോട്ട് മാറി നിന്ന് ചെങ്കടലിനെ വെല്ലുവിളിക്കുകയോ പുറകോട്ട് മാറി നിന്ന് ഫറവോന്യ സൈന്യത്തെ തെറി പറയുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ദൈവം അവിടെ വഴി തുറന്നു. നമ്മൾ ശാന്തമായിട്ടിരിക്കണം. ഇപ്പോൾ ഒരു കുടുംബ പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലയിടത്ത് മിണ്ടാതിരിക്കേണ്ടിടത്ത് മിണ്ടാതിരുന്നില്ലെങ്കിൽ, ഇപ്പോൾ ജോബിൻ്റെ ഭാര്യ പറഞ്ഞു ഈ ദൈവത്തെ എല്ലാം കളഞ്ഞിട്ട് പോയി തൂങ്ങിച്ചാകാൻ, അല്ലെ പോയി മരിക്കാൻ. പക്ഷെ അയാൾ ശാന്തമായിട്ടിരുന്നു. പിന്നീട് ജീവിതത്തിൽ ഈ വിടുതൽ വന്നപ്പോൾ സകല മേഖലയിലും സകലരും കണ്ടു. ആ വിടുതലിൻ്റെ ആഴം സകലരും കണ്ടു. അതാണ് അതിൻ്റെ മർമ്മം. അതുകൊണ്ട് പിശാചിനാലുള്ള ഉപദ്രവം വരുമ്പോൾ ശാന്തത വിടാതെ പരീക്ഷണം ആണ് എന്ന് മനസ്സിലാക്കി ശാന്തമായിരുന്നാൽ ആ പരീക്ഷണത്തിൽ ജയിക്കുകയും ചെയ്യും, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ശാന്തമായി ഇരിക്കാനുള്ള ഒരു കൃപ ദൈവത്തോട് ചോദിച്ചാൽ ഈ 1 കൊറിന്ത്യർ 10:13 പറയുന്നത് പോലെ അവിടുന്ന് അതോടൊപ്പം പോംവഴി ഉണ്ടാക്കി തരും. അത് പറഞ്ഞ് ദൈവമായിട്ട് പോംവഴി ഉണ്ടാക്കി തരും. എങ്ങനെ പോംവഴി ഉണ്ടാകും എന്ന് ചോദിച്ചാൽ കാത്തിരിക്കണം. മനുഷ്യൻ്റെ ബുദ്ധിക്ക് പോംവഴികളുടെ വലിപ്പങ്ങൾ അല്ലെങ്കിൽ പോംവഴികൾ മനുഷ്യൻ്റെ ബുദ്ധിക്കകത്ത് ചിലതേ ഉള്ളൂ. ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ ഒരു പോംവഴി ഇല്ലാത്തടത്ത് ദൈവത്തിന് ആയിരക്കണക്കിന് പോംവഴിയുണ്ട്. പിന്നെ എന്തെങ്കിലും ഇല്ലാതെ വരികയാണെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ ദൈവത്തിന് കഴിയും. അത് നമ്മൾ വിശ്വസിക്കണം. അതാണ് വിശ്വാസി എന്ന് പറയുന്നതിൻ്റെ മർമ്മം അതാണ്. ഇനി വേറൊരു കാര്യം, സിദ്ധത എന്നതിന് സിദ്ധിക്കുന്നത് എന്നൊരു വാക്കും കൂടിയുണ്ട്, സിദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഉപദ്രവം ശക്തമാകുമ്പോൾ പിടിച്ചു നിൽക്കാനായി ശാന്തത നഷ്ടപ്പെട്ടാൽ, പിടിച്ചു നിൽക്കാതെ ശാന്തത നഷ്ടപ്പെട്ടാൽ, എതിർഭാഗത്തിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ ആ വാക്കെ കയറി പിടിച്ച് എന്തെങ്കിലും പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാകും, ലാസ്റ്റ് കേസാകും. കേസ് നിലനിൽക്കാനും ജയിക്കാനും വേണ്ടി കേസിന് ബലമുള്ള സൈസ് വാക്കുകൾ കൂട്ടിച്ചേർക്കും. പിന്നെ നമുക്ക് തന്നവനെയും കാണാൻ മേലെന്നാകും, അവർക്ക് നമ്മളെയും കാണാൻ മേലെന്നാകും. ദീർഘകാലം കഴിഞ്ഞ് തെറ്റ് മനസ്സിലാക്കിയാലും അന്നേരത്തേനും പിന്നെ ഇത് മാനസാന്തരപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിപ്പോകും. ഒരു ഉദാഹരണത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കൈതപ്പൂവ് എന്ന് പറയുന്ന ഒരു പൂവുണ്ട്. വളരെ വിജനമായ സ്ഥലത്തുണ്ടാകുന്ന ഒരു ചെടിയാണ്. ഈ വാഴച്ചെടി പോലെ അതിൻ്റെ ചോട്ടിൽ നിന്ന് പൊങ്ങി ഇങ്ങനെയാണ് പൂവുണ്ടാകുന്നത്. ഭയങ്കര നല്ല മണമാണ്. പക്ഷേ 2-3 കിലോമീറ്ററൊക്കെ അതിൻ്റെ മണം പോകും. ഈ ചെടി വളരെ ഈ വിജനമായ സ്ഥലത്ത് പൂക്കുന്നത് കൊണ്ട് എപ്പോഴും ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള മാളങ്ങളിൽ ഈ മൂർക്കം പാമ്പ് കാണും. മിക്കവാറും ഇതിൻ്റെ ചോട്ടിൽ തന്നെ കാണും. അപ്പോൾ ഈ മണം അന്വേഷിച്ച് പോകുന്നവർക്ക് പാമ്പിൻ്റെ കടിയേക്കാൻ 99% സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഏതാകർഷണത്തിൻ്റെ പുറകിലും പരീക്ഷകനുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ഈ പരീക്ഷകൻ എന്ന പിശാചിനാലുള്ള പ്രലോഭനങ്ങൾ അല്ലെ പരീക്ഷകൾ. ഇതിനകത്ത് ശാന്തമായിട്ടിരുന്നാൽ ഇതോടൊപ്പം ദൈവം നമുക്ക് പോംവഴി ഉണ്ടാക്കിത്തരും. നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് സ്വസ്ഥമായി പുറത്തും വരുമെന്നാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, കഷ്ടത എന്നാൽ പിശാച് കൊണ്ടുവരുന്ന ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിത പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളുടെ എല്ലാം പുറകിൽ പിശാചുണ്ട്. അവിടെ നമ്മൾ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ തമിഴിൽ അതിന് പൊരുമ എന്ന് പറയും. ശാന്തത എന്നാണ്. ശാന്തമായിരുന്നാൽ സിദ്ധത എന്നാൽ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ ജയം പ്രാപിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. പ്രത്യാശ എന്ന് പറഞ്ഞാൽ തമിഴിൽ അതിന് വിശ്വാസം എന്നാണ് എഴുതിയേക്കുന്നത്. വിശ്വാസം വർദ്ധിക്കും. അങ്ങനെ നമ്മളിലേക്ക് ദൈവസ്നേഹം ഒഴുകും. നമുക്ക് ദൈവത്തോടും ആയി നല്ലൊരു ബന്ധത്തിൽ നിലനിൽക്കാൻ കഴിയും.
പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ വിഷയത്തിലും ശാന്തമായിരുന്ന് ഞങ്ങളുടെ ദൈവം ഇറങ്ങി ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഞങ്ങളും പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ കർത്താവെ, ഞങ്ങളോടൊപ്പം ഈ പ്രസംഗങ്ങൾ കേൾക്കുന്ന കർത്താവെ, പ്രശ്നങ്ങളിലുള്ള പ്രിയപ്പെട്ട ജനങ്ങൾ ഓരോരുത്തരും വിടുവിക്കേണ്ടതിന് ശാന്തമായിരിക്കുക എന്നത് ക്രിസ്തീയതയുടെ ആയുധമാണ് എന്നതിനാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ വിഷയങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ ശാന്തമായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഓരോരുത്തരുടെയും ഓരോ പ്രശ്നങ്ങളിലും ശാന്തമായിരിക്കുവാൻ ദൈവം കൃപ ചൊരിയണമേ. അവർക്ക് ദൈവം അതിൽ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. കൃപയാൽ നടത്തണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.